സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ നിർദ്ദേശിച്ച വാർത്തകളുണ്ടായിരുന്നു. എന്തായാലും ഈ പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള കോർ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ എയ്ഡഡ് സ്കൂൾ മാനേജർമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് കൂടിയാലോചനകൾ ഇല്ലാതെയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ജനാധിപത്യപരമായ ചർച്ചയ്ക്ക് വിധേയമാക്കാതെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് വിദ്യാർത്ഥി സമൂഹത്തിന് ദോഷമെന്ന് KPSMA പറയുന്നു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് സ്പെഷ്യൽ റൂൾ തയ്യാറാക്കാനായിരുന്നു കോർ കമ്മിറ്റിയെ നിയോഗിച്ചത്. കമ്മിറ്റി ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ നടക്കുന്ന ഫയൽ നീക്കങ്ങൾക്കെതിരെയാണ് എയ്ഡഡ് സ്കൂൾ മാനേജർമാർ രംഗത്ത് വന്നിരിക്കുന്നത്. റിപ്പോർട്ടിനെ കുറിച്ച് അധ്യാപക സംഘടനകളുമായോ അക്കാദമിക സമൂഹവുമായോ എയ്ഡഡ് മാനേജ്മെന്റുകളുമായോ ചർച്ച ചെയ്തിട്ടില്ല. ആലോചനകൾ കൂടാതെയുള്ള ഈ പരിഷ്കാരങ്ങൾ ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നില്ല എന്നും അക്കാദമിക നിലവാരം തകർക്കുമെന്നും കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നു. കേന്ദ്ര ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടിയാണ് തിരക്കിട്ട നീക്കങ്ങളെന്നും ആക്ഷേപമുണ്ട്. അടിയന്തരമായി ഖാദർ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനോടും ഒപ്പം അധ്യാപക സംഘടനകളുമായി തുടർ ചർച്ചകൾ നടത്തി അടിയന്തര പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനുകളും ഒപ്പം അധ്യാപക സംഘടനകളും ഒരുമിച്ച് കൈകോർക്കുകയാണ്. ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾക്കായി അധ്യാപക സംഘടനയായ KHSTയും മാനേജർമാരുടെ സംഘടനയായ KPSMAയും നാളെ ഒരു യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ യോഗത്തിലാകും പ്രത്യക്ഷ സമരമടക്കമുള്ള തുടർ നടപടികൾ തീരുമാനിക്കുക. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.